ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 30-ാം തീയതി ഈ നല്ല ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഖ്യാപുസ്തകം 29-ാം അധ്യായമാണ്. ഈ അധ്യായത്തിനൊരു തലക്കെട്ട് കൊടുത്താൽ വിശുദ്ധ സഭായോഗം എന്നായിരിക്കും ആ തലക്കെട്ട്. വിശുദ്ധ സഭായോഗം ഇസ്രായേലിന് ദൈവം നൽകിയിട്ടുള്ള പ്രത്യേക നിയോഗമാണ് സഭായോഗം കൂടുക എന്നുള്ളത്. ഇസ്രായേലിലെ എല്ലാ പ്രായപൂർത്തിയായ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ക്രമീകരണമാണ് സഭായോഗം എന്നുള്ളത്. ഒന്നിലധികം സഭായോഗങ്ങൾ ദൈവം അവർക്കായി നിയമിച്ചിരുന്നു. 7-ാം മാസം 1-ാം തീയതിയും 10-ാം തീയതിയും 15-ാം തീയതിയും ഇപ്രകാരമുള്ളതായിരിക്കുന്ന സഭായോഗം കൂടേണ്ടിയിരുന്നു. ആ ദിവസങ്ങളിൽ പ്രത്യേകതയായി പറഞ്ഞിരിക്കുന്നത് അന്ന് സാമാന്യ വേല ഒന്നും ചെയ്യരുതെന്നാണ്. സാമാന്യ വേല ഒന്നും ചെയ്യരുത്, ഉത്സവം ആചരിക്കണമെന്നും ആത്മതപനം ചെയ്യണമെന്നുമാണ് സഭായോഗങ്ങൾ സംബന്ധിച്ച് നൽകിയിട്ടുള്ളതായിരിക്കുന്ന നിർദ്ദേശം. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവജനം ഒരുമിച്ച് കൂടി സന്തോഷിക്കുകയും തങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വേണം എന്നതാണ് സഭായോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇരുന്ന് കരയണമെന്നുള്ളതല്ല, വറിയണമെന്നുള്ളതല്ല, ബോറടിക്കണം എന്നുള്ളതല്ല. സന്തോഷം ദൈവസന്നിധിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും തെറ്റുകൾ ഏറ്റുപറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭമാണ് സഭായോഗം എന്ന് പറയുന്നത്. ഈ സത്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. അടുത്ത കാലം എന്ന് പറയുമ്പോൾ 19 വർഷം മുമ്പ് വരെ ഞായറാഴ്ചകളിൽ വിശ്വാസികൾ സാമാന്യ വേല ഒന്നും ചെയ്യുമായിരുന്നില്ല. കർത്തൃദിവസം എന്നാണ് ഞായറാഴ്ചകളെ വിളിച്ചിരുന്നത്. ദൈവാരാധനയ്ക്കായി മാറ്റിവെച്ച ദിവസമായിരുന്നു അത്. കൂടാതെ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നത് ഒരു ഉത്സവമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ആഴ്ചവട്ടത്തിന് 1-ാം നാളിനെ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് ആ ദിവസം വരാനായിട്ട്. ശനിയാഴ്ച 6 മണിയായാൽ പിന്നെ യാതൊരു പഠനവുമില്ല, യാതൊരു പുസ്തകങ്ങളും അങ്ങനെ ബൈബിൾ ഒഴികെ ബൈബിൾ സംബന്ധമായതല്ലാതെ യാതൊരു കാര്യങ്ങളും ചെയ്യുമായിരുന്നില്ല. പിറ്റേ ദിവസത്തേക്ക് ഉള്ള ഒരുക്കത്തിനുള്ള ദിവസമാണത്. അത് സന്തോഷകരമായിരിക്കും അനുഭവമാണ്. ശുദ്ധ മനസാക്ഷിയോടുകൂടി ദൈവത്തെ ആരാധിക്കണം, അപ്പം നുറുക്കണം, ദൈവജനം കേട്ട് അനുഗ്രഹം പ്രാപിക്കണം. അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന ഒരുക്കമാണെന്ന് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് സഭായോഗങ്ങളെ ഗണ്യമാക്കാത്ത ഒരു വിശ്വാസ സമൂഹമാണ് പലയിടത്തും ഉള്ളതെന്ന് ഞാൻ പറയട്ടെ. ഞായറാഴ്ച പോയെങ്കിൽ പോയില്ലെങ്കിൽ പോയില്ല. രാവിലെ കൂടുതൽ മണിക്കൂർ ഉറങ്ങാനുള്ളൊരു ദിവസമായിട്ടാണ് ഞായറാഴ്ച പല യുവാക്കന്മാരും കാണുന്നത്. 1-2 മണിക്കൂറുകൾ മാത്രം ഒരു ചടങ്ങ് പോലെ ഒത്തുകൂടിയിട്ട് പിരിഞ്ഞു പോകുന്ന രീതിയാണ് പലയിടത്തും ഉള്ളത്. കൂട്ടുകാരും വീട്ടുകാരും മൊത്തം മിഷ്ടാനമായ ഭോജനം കഴിച്ച് രസിക്കുന്ന സമയമാണിന്ന് കർത്തൃദിവസം. ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് കർത്തൃദിവസം ഇന്നും വിശുദ്ധമാണ്. ഞാൻ പറയട്ടെ, വിശുദ്ധ സഭായോഗമാണ്. ആ ദിവസത്തെ വിശുദ്ധ ദിവസമായി ആചരിക്കേണ്ടത് ദൈവം സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഉത്തരവാദിത്വമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്തൃദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസമാണ്. ആ ദിവസത്തെ നാം അലക്ഷ്യമായി വിചാരിക്കരുത്. വിശുദ്ധ സഭായോഗം പഴയ നിയമത്തിലെ ആളുകൾക്ക് കൂടണമെങ്കിൽ അതിനേക്കാൾ ഗൗരവമായി വിശുദ്ധ സഭായോഗം പുതിയ നിയമത്തിലെ ആളുകൾ കൂടണം. കാരണം നാം ദൈവത്തിൽ നിന്നും അവരനുഭവിച്ചതിനേക്കാൾ കൂടുതൽ നന്മകളും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിവും പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് അലക്ഷ്യമായിട്ട് ഇക്കാര്യങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളെങ്ങനെയാണ്? സഭായോഗം റെഗുലറായിട്ട് കൂടുന്നവരാണോ? സന്തോഷത്തിന് അനുഭവമാണോ? വിശ്വാസികൾ ഒരുമിച്ച് കൂടുമോ? പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവജനം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന ഞായറാഴ്ചകളാണോ നിങ്ങൾക്കുള്ളത്? അതോ പേരിന് വേണ്ടി മാത്രം പോയി കടന്നു വരുന്ന ആഴ്ചകളാണോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.